हरि ओम श्री गुरुभ्यो नमः। महाभारत कथा श्रीमद् महाभारत कथा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। एकश्लोकभारतम्। आदौ पाण्डवदार्तराष्ट्रजननं लाक्षागृहेदाहनं द्योतं श्रीहरणं वने विहरणं मत्स्यालेवर्तनं लीलागोग्रहणं रणे विहरणं सन्धिक्रियाजृम्भणं पश्चाद्भीष्मसुयोधनादिनिधनं ഏതന്മഹാഭാരതം. മഹാഭാരത കഥ ഭീഷ്മപർവം അധ്യായം 3. ഭൂലോക വിവരണം. വ്യാസൻ പോയതിനു ശേഷം ധൃതരാഷ്ട്രർ കുറേ നേരം പുത്രന്മാരെപ്പറ്റി ആലോചിച്ച് ദുഃഖിതനായിരുന്നു. അതിനുശേഷം തൻ്റെ മനസ്സിനെ വിഷയാന്തരത്തിലേക്ക് വ്യാപരിപ്പിക്കുവാനോ എന്ന് തോന്നുമാറ് സഞ്ജയനോട് പറഞ്ഞു. സഞ്ജയ, നിനക്ക് വ്യാസദേവൻ ദിവ്യദൃഷ്ടിയും സർവജ്ഞാനവും അനുഗ്രഹിച്ചു തന്നിട്ടുണ്ടല്ലോ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും യോദ്ധാക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ രാജ്യങ്ങളെയും അവിടുത്തെ പ്രത്യേകതകളെപ്പറ്റിയും വിവരിച്ച് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം പറയൂ, കേൾക്കട്ടെ. സഞ്ജയൻ ആദ്യം അണ്ഡജം, സ്വേദജം, ജരായുജം എന്ന 3 പരയോനികളെപ്പറ്റി പറഞ്ഞ് അതിൽ ജരായുജങ്ങളായ ജീവികളെ വിവരിച്ചതിന് ശേഷം അവയിൽ മനുഷ്യർക്കുള്ള മഹത്വത്തെ വെളിവാക്കി കൊടുത്തു. അണ്ഡജം എന്ന് പറഞ്ഞാൽ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ജീവജാലങ്ങൾ. സ്വേദജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിയർപ്പെന്നൊക്കെ പേന് പോലുള്ള അങ്ങനെയുള്ള വിയർപ്പെന്നൊക്കെ ഉണ്ടാകുന്ന ജീവജാലങ്ങൾ. ജരായുജം എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് ഉണ്ടാകുന്ന ജീവജാലങ്ങൾ. ഇതിൽപ്പെട്ടതാണ് മനുഷ്യർ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം മനുഷ്യർ അധിവസിക്കുന്ന ഭൂമിയുടെയും ഭൂമിയിലുള്ള വിവിധ ദ്വീപുകളുടെയും ചരിത്രം വിസ്തരിച്ച് ഉപന്യസിച്ചു. സുദർശന ദ്വീപം, ഭാരതത്തിലെ വിവിധ പർവ്വതങ്ങൾ, നദികൾ, മാല്യവാൻ പർവ്വതം, ഉത്തര കുരുദേശം, ശാഖദ്വീപം, ഉത്തരദ്വീപുകൾ മുതലായ എല്ലാ ദേശങ്ങളുടെയും ചരിത്രം സഞ്ജയൻ വളരെ വിസ്തരിച്ചു തന്നെ പറഞ്ഞുകൊടുത്തു. എല്ലാം കേട്ടതിന് ശേഷം ധൃതരാഷ്ട്രർ പിന്നെയും മനസമാധാനമില്ലാതെ യുദ്ധത്തെയും യുദ്ധത്തിൽ തൻ്റെ മക്കൾക്ക് വരാവുന്ന ആപത്തിനെയും പറ്റി ആലോചിച്ചു ധ്യാനമഗ്നനായി ഇരുന്നു. സഞ്ജയനാകട്ടെ യുദ്ധക്കളത്തിലേക്ക് പോവുകയും ചെയ്തു. എവിടെയും പോകാതെ അവിടെ ഇരുന്നാൽ തന്നെ എല്ലാം കാണുവാനും അറിയുവാനുമുള്ള ദിവ്യദൃഷ്ടി വ്യാസൻ കൊടുത്തിട്ടുണ്ടെങ്കിലും കുരുക്ഷേത്രം കാണുവാനുള്ള ഔത്സുക്യം കൊണ്ട് അദ്ദേഹം അവിടെ പോയി. 10 ദിവസം നടന്ന സംഭവങ്ങളും യുദ്ധത്തിൻ്റെ രൗദ്രതയും നേരിട്ട് കണ്ടു. ഓം തത്സത്. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.